അഫോർമേഷൻസ് പോലെ ഇങ്ങനത്തെ ഒരു വിഷൻ ബോർഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ലൈഫ് റീസെറ്റിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡു ചെക്ക് ഔട്ട്. ആദ്യം തന്നെ ഒരു വലിയ സോറി പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരു 7 ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായി നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് സെക്കൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് എ ബിഗ് താങ്ക് യു. നമ്മുടെ ഈ ഒരു വർഷം, അതായത് 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് 6 മാസം കഴിഞ്ഞു. എന്ത് പെട്ടെന്നല്ലേ വർഷം പോകുന്നത്. പക്ഷേ പ്രശ്നം അതല്ല, ഞാൻ ഈ വർഷത്തേക്കുള്ള വിഷൻ ബോർഡ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഡിജിറ്റലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഫിസിക്കലി എനിക്കൊരു വിഷൻ ബോർഡ് മസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ ഒരു വിഷൻ ബോർഡ് ഞാൻ 5 വർഷത്തേക്ക് സെറ്റ് ആക്കിയതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങളും ഈ ഒരു വിഷൻ ബോർഡിനെ പറ്റി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ 2025 വിഷൻ ബോർഡാണ്. 2026 ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇതിന്റെ ഈ ഒരു ക്യാൻവാസ് വേണം. അതുകൊണ്ട് ഈ പിക്ചേഴ്സ് ഒക്കെ എടുത്തു കളയാന്ന് വിചാരിച്ചു. ഇനി ഈ വർഷത്തേക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട പിക്ചേഴ്സൊക്കെ ഞാൻ ഇതാ ഈ ഒരു A3 ഷീറ്റിലായിട്ട് സ്റ്റിക്കർ പ്രിന്റിലാണ് എടുത്തിട്ടുള്ളത്. അതുവരെ ഞാൻ A4 ഷീറ്റിൽ കളർ പ്രിന്റ് ആണ് എടുക്കാറുള്ളത്. പക്ഷെ കുറച്ചുകൂടെ നല്ലത് സ്റ്റിക്കർ പ്രിന്റ് ആയിട്ട് എടുക്കുന്നതാണ്. കുറച്ചധികം നാളായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് വിഷൻ ബോർഡിനെ പറ്റിയൊക്കെ അത്യാവശ്യം അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാത്തത്. എന്നാലും സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രീം ലൈഫിന്റെ ഒരു വിഷ്വൽ വേർഷൻ ആണ്. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയുള്ള ലൈഫാണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതൊക്കെ ഒരു പ്ലേസിൽ വിഷ്വലായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം, കോട്ട്സ് ആഡ് ചെയ്യാം, നമ്മുടെ ഗോൾസ് എഴുതാം. ലൈക്ക് ഒരു ഡ്രീം ഹോം വേണമെങ്കിൽ അതിന്റെ പിക്ചർ, ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലേസസ്, കരിയർ ഗോൾസ്, ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് മൈൽ സ്റ്റോൺസ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, ഫിനാൻഷ്യൽ ഗോൾസ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ ഡ്രീം ലൈഫിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ. പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, ഇത് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ടോ, ഇതൊക്കെ നടക്കുമോ, ഇതിന് മാത്രം ഇതെന്താ ഇത്ര ഹൈപ്പ് കൊടുക്കാൻ എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. സ്വാഭാവികം. കാരണം എല്ലാവരും പറയാ ഇത് ഉണ്ടാക്കി വെക്കുക, കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിച്ചാൽ ഓബ്വിയസ്ലി നോ. വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും നടക്കില്ല. ബട്ട് അതിന്റെ മെയിൻ പർപ്പസ് മോട്ടിവേഷൻ ആണ്. ഡെയിലി അത് കാണുമ്പോൾ ഓക്കെ എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട് എന്നൊരു റിമൈൻഡർ കിട്ടും. അതുകൊണ്ട് ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടും. ഇനി ഇതിൽ സ്റ്റിക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. ഞാൻ ആക്ച്വലി ഈ വർഷത്തേക്ക് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആകെ ഡിജിറ്റലി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫിസിക്കലി ഇങ്ങനത്തെ ഒരു വിഷൻ ബോർഡ് ഞാൻ ഈ വർഷം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം മീഡിയ റീസെറ്റിൽ എന്തായാലും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. ഇത് പിക്ചേഴ്സൊക്കെ ആദ്യം പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ക്യാൻവാസ് വാങ്ങിക്കാൻ എന്നോട് മറന്നുപോയി. പിന്നെ അല്ലെങ്കിലേ ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ക്യാൻവാസും കൂടെ വാങ്ങിച്ചിട്ടാണ് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലുള്ള പിക്ചേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ഒട്ടിക്കാണ്. കോമഡി 2024 ഞാൻ ഇതേ ബോർഡിലാണ് വിഷൻ ബോർഡ് വെച്ചത്. 2025 അതെടുത്ത് മാറ്റിയിട്ട് വിഷൻ ബോർഡിൽ ഇതിൽ തന്നെ ഒട്ടിച്ചു. എപ്പോഴും എന്നോട് ക്യാൻവാസ് വാങ്ങിക്കാൻ മറന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഇതിലുള്ള പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പിക്ചർ ഇതിൽ കുറച്ച് ഇങ്ങനെ കുറച്ച് കോട്ട്സ് പോലെ, കോട്ട്സ് അല്ല അഫോർമേഷൻസ് പോലെ വരുന്നത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ബാക്കി സ്പേസ് വരുമ്പോൾ ആ അഫോർമേഷൻ ഇതിൽ സ്റ്റിക്ക് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ യാ, കുറെ ദിവസമായി ഞാനിത് ചെയ്യുന്നത്, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ചെയ്യാന്ന് പറഞ്ഞ് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണീറ്റിട്ട് ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്തിട്ടാണ് ഞാനിതിപ്പോൾ. സോ യാ, എന്തായാലും ഇന്ന് വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് വേണം കിടക്കാൻ. ഇപ്പോൾ 11:45 ആവാനായി. യാ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് സമയമുണ്ടല്ലോ. നാളെ 5 മണിക്ക് എണീറ്റിട്ട് ജിമ്മിൽ പോകണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. ഓൾസോ ഞാനിതൊക്കെ വോയിസ് ഓവറിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നേരത്തെ കാണിച്ച ക്ലിപ്സിലൊക്കെ വോയിസ് ഓവർ ആയിട്ട് ഇതൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല.
ഇത് ഒരു 5 ഇയർ വിചാരിച്ച് ഉണ്ടാക്കിയ ഒരു വിഷൻ ബോർഡാണ്. അതായത് ഇയർലി വിഷൻ ബോർഡ് അല്ല, ഒരു 5 വർഷത്തേക്ക് ചെയ്തു വെച്ചതാണ്. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടില്ല, ഒരു 8 months ഒക്കെ ആയും തോന്നുന്നു. ഞാൻ ചാനലിൽ തന്നെ ഈ വിഷൻ ബോർഡിനെ പറ്റി ഹൗ ടു മേക്ക് എ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു ചാർട്ട് പേപ്പറിലാണ്. ചാർട്ട് പേപ്പറിലാണ് ഞാൻ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ക്യാൻവാസ് ബോർഡ് വേണമെന്ന് നിർബന്ധമില്ല. ഈ ഈ ചാർട്ടിനെക്കാട്ടും കുറച്ചുകൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് ആവുമ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാവും. കാർഡ്ബോർഡ് ആവുമ്പോൾ ഈ ഒരു പ്രശ്നം വരില്ല. ഐ തിങ്ക് കാർഡ്ബോർഡാണ് കുറച്ചുകൂടി അടിപൊളി. ക്യാൻവാസ് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചാർട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ചാർട്ടും ഇല്ലെങ്കിൽ ഒരു ബുക്കിലോ അങ്ങനെ എന്തിലെങ്കിലും പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ പിക്ചേഴ്സും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി. വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വരച്ചാൽ മതി. എങ്ങനെയായാലും ഒരു വിഷൻ ബോർഡ്, അതായത് വിഷൻ ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ബോർഡ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ധാരണ വേണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ധാരണ മാത്രം മതി. അത് എപ്പോഴും എടുത്ത് കാണുക, നമ്മുടെ ഡ്രീംസ് എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു വിഷൻ ബോർഡ്. ഞാനങ്ങനെ രാത്രിയൊന്നും അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. എപ്പോഴും എനിക്ക് ഡേ ലൈറ്റിലാണ് വീഡിയോസ് എടുക്കാൻ ഇഷ്ടം. പക്ഷെ ഇത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് രാത്രിയാവും. ഇനിയിപ്പോൾ രാത്രി വിചാരിക്കും രാവിലെ എടുക്കാമെന്ന്. പിന്നെ ഈ ഹെഡ്സെറ്റ് ഒക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് ചെയ്യാനൊരു മെയിൻ ക്യാരക്ടർ വൈബ് ഉണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ക്യാൻവാസിൽ വെച്ച് നോക്കി എങ്ങനെയൊക്കെ വെച്ചാലാണ് കറക്റ്റായിട്ട് അത് ഫില്ലായി നിൽക്കുകയെന്ന്. എന്നിട്ട് ആ ഒരു സ്റ്റിക്കർ പ്രിന്റ് ആണല്ലോ എടുത്തത്. അപ്പോൾ സ്റ്റിക്കർ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ മിഡ് ഇയർ റീസെറ്റ് ചെയ്ത സമയത്ത് ഞാൻ വിഷൻ ബോർഡ് ചേഞ്ച് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിഡ് ഇയർ ആയ സമയത്ത് നിങ്ങളുടെ ഗോൾസിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ പുതിയ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് അതേ ഗോൾസ് ആണ്, അതേ കരിയർ ഗോൾസും പിന്നെ ഫിനാൻഷ്യൽ ഗോൾസും ഒക്കെ സെയിം ആണെങ്കിൽ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നോക്കിയാൽ നമ്മുടെ ഹെഡ്സെറ്റിന്റെ പിക്ചർ അതിൽ കാണാം. ഞാൻ ഇതൊക്കെ പ്രിന്റ് എടുത്തതിന് ശേഷമാണ് ആരും എനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. വിഷൻ ബോർഡ് വർക്കിംഗ് ആണ്. ഇപ്പൊ സമയം 12:45 ആൻഡ് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ചെയ്യണം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം. ഇനിയും നമ്മുടെ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷൻ ബോർഡാണ് എനിക്ക് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇനി ബാക്കി ഒരു 2 ചെറിയ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അത് നാളെ ചെയ്യാം. ആൻഡ് നമുക്ക് ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങാം. അപ്പം ഞാൻ മെയിനായിട്ട് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ലൈഫ് റീസെറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമ്മുടെ മെയിൻ ടാസ്ക് ആയിട്ടുള്ള അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇയർ എൻഡ് ആവുമ്പം ഇതിൽ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്നൊക്കെ നോക്കുന്ന ആ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ 2025 എൻഡ് ആയ സമയത്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 6 monthsലേക്ക് ചെറിയൊരു ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ചാനലിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഗോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ആയിട്ടുണ്ടാവും. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും വിഷൻ ബോർഡിൽ ഒട്ടിക്കാൻ. ലൈഫിൽ നല്ല സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു റീസെറ്റ് എന്തായാലും വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു നോക്കുക. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ ഒരു റീസെറ്റിൽ മെയിനായിട്ട് വിഷൻ ബോർഡ് തന്നെയാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ഉള്ളൊരു ജേർണൽ അല്ല, ഒരു മൈ ഡ്രീം ലൈഫ് കൈൻഡ് ഓഫ് ജേർണൽ. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം കാണുന്ന ഈ ഒരു ജേർണൽ നമ്മൾ 2026 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടങ്ങിയതാണ്. ഇതിൽ ചെറിയൊരു വിഷ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ജേർണൽ സ്പ്രെഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ട് തന്നെ ഒരു പുതിയൊരു നോട്ട്ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ കുറച്ച് പേജസ് ഉള്ള ഈ ഒരു ജേർണലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുറേ മുന്നേ എജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് എത്ര 60 രൂപയോ അങ്ങനെ എന്തോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു മൈ ഡ്രീം ലൈഫ് ജേർണൽ. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ വരും. അതായത് ചെറുത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അതായത് ഒരു സൺഫ്ലവർ വീട്ടിൽ വളർത്തുക,
അതൊരു കുഞ്ഞാഗ്രഹമാണ്. അതുപോലെ തന്നെ കുറച്ച് വലിയ ആഗ്രഹങ്ങളും വലിയ വിഷ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. അതായത് എനിക്കൊരു മാക് ബുക്ക് എടുക്കണം, അങ്ങനത്തെ ആഗ്രഹങ്ങളും വരും. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നോട് മറന്നുപോകും, രണ്ടാമത്തെ കാര്യം ഇതൊക്കെ ഏതെങ്കിലും സമയം എന്തായാലും നടക്കും. അത് നടക്കുന്ന സമയത്ത് ഇത് ഞാൻ ഈ സമയത്ത് ആഗ്രഹിച്ചിരുന്നു, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, അത് നടന്നു എന്ന് എനിക്ക് ഒരു പ്രൂഫ് കാണിച്ചുകൊണ്ട് പറയാൻ പറ്റൂല. ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഞാനിത് ആഗ്രഹിച്ചിരുന്നു എന്ന് അറിയാം. പക്ഷേ അത് ഭയങ്കര സാറ്റിസ്ഫൈങ് തന്നെയാണ്. എന്നാലും ഇത് എഴുതി വെച്ചിട്ട് ഞാനത് ആഗ്രഹിച്ചിരുന്നു, ഈ സമയത്ത് ആഗ്രഹിച്ചിരുന്നു, അത് ഈ സമയത്ത് നടന്നു എന്നൊക്കെ പറയുമ്പം കുറച്ചുകൂടെ ഒരു രസമായിരിക്കും. ഇത് അങ്ങനെ ഒരു ബുക്കാണ്, ഭയങ്കര വലിയ സെറ്റപ്പിൽ ചെയ്യുന്നൊന്നുമല്ല. ഒരു കവർ പേജും ഫ്രണ്ട് പേജും ചെയ്യുന്നുണ്ട്, അത് കുറച്ച് അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിലെ ടേബിൾ ഓഫ് കോണ്ടന്റ്സ് എന്തൊക്കെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിങ്ങനെ റൂൾസ് ഒന്നും ഇല്ല, എനിക്ക് മൈൻഡിൽ ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാന്ന് തോന്നിയപ്പോൾ തുടങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു അബൌട്ട് മീ പേജ് കൊടുക്കുക. അതിൽ നമ്മളിപ്പം എന്താണ് നമ്മുടെ കറന്റ് ലൈഫ്, തിങ്സ് ഐ ലവ്, നമ്മുടെ സ്ട്രെങ്ത്, തിങ്സ് ഐ വോണ്ട് ടു ഇംപ്രൂവ്, അതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ ഡ്രീം ലൈഫ്, നമ്മുടെ ഡ്രീം ഹോം, ലൈഫ് സ്റ്റൈൽ, ഡെയിലി റുട്ടീൻ, എങ്ങനെയൊക്കെയാണ് ആഗ്രഹം, ദി പേഴ്സൺ ഐ വോണ്ട് ടു ബിക്കം, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം, നിങ്ങളുടെ ആഗ്രഹം എഴുതാം. പിന്നെ ഗോൾസ്, പേഴ്സണൽ ഹെൽത്ത്, കരിയർ, ഫിനാൻഷ്യൽ, ആ ഗോൾസ് ഒക്കെ എഴുതാം. പിന്നെ ബക്കറ്റ് ലിസ്റ്റ് എഴുതാം, വിഷ് ലിസ്റ്റ് എഴുതാം, അങ്ങനെ ട്രാവൽ വിഷ് ലിസ്റ്റ് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ജേർണിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡ്രീം ബ്രാൻഡ്സ്, സബ്സ്ക്രൈബർ ഗോൾസ്, ഇൻകം ഗോൾസ്, അങ്ങനത്തെ ഡ്രീം എക്യുപ്മെന്റും കോണ്ടന്റ് ഐഡിയാസ് ഒക്കെ ഇതിൽ എഴുതി കൊടുക്കാം. എനിത്തിങ്, ഹാബിറ്റ്സ് ഐ എം ബിൽഡിംഗ്, തിങ്സ് ഐ വോണ്ട് ടു ലേൺ, തിങ്സ് ഐ എം പ്രൗഡ് ഓഫ്, ലെസൺസ് ലൈഫ് ഹാസ് ടോട്ട് മീ, ഇങ്ങനെ ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ്, എന്ത് വേണമെങ്കിലും എഴുതാം. ലൈക്ക് നിങ്ങളുടെ ബുക്ക്, നിങ്ങളുടെ പേഴ്സണൽ ഡയറി പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് ഞാൻ എന്തായാലും ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നില്ല, എനിക്കൊരു പേഴ്സണൽ കാര്യങ്ങൾ എഴുതുന്ന പോലെ വേണം ഇതിൽ എഴുതാൻ. അതായത് ഒരു ഡയറി പോലെ ഓരോ മന്ത്ലി ഗോൾസും ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഞാൻ റീസെറ്റിൽ ഇപ്രാവശ്യം ചെയ്തത്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.